പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റവയും പരിപ്പും വെച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. വൃത്തിയായി കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് കുക്കറിലിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച ശേഷം 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയും കൂടി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റവ സോഫ്റ്റായി കിട്ടുന്നതാണ്. റവ നെയ്യിൽ കിടന്ന് ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേ പാനിൽ തന്നെ ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കുരുമുളക് നന്നായി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് സോഫ്റ്റാക്കി വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. റവ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിക്കായി കിട്ടുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഏത് കറിയോടും ഒപ്പം ചേരുന്ന ഒരു റെസിപ്പിയാണിത്. ചിക്കൻ കറി, കിഴങ്ങ് കറി, ചട്നി ഇവയോടൊക്കെ കൂട്ടിക്കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു വിഭവം നിങ്ങൾക്കിഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണും വരേക്കും താങ്ക് യു.